ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറെ സുന്ദരിയായിരുന്നു അവൾ. വിവാഹത്തോടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ അവളുടെ പ്രസന്നമായ പുഞ്ചിരി ആ വീട്ടുകാരെ മുഴുവൻ ആകർഷിച്ചു. അവളുടെ സുന്ദരമായ സാന്നിധ്യം ആ വീട്ടിൽ ഏറെ സന്തോഷം പടർത്തി. അവളുടെ അതിശയകരമായ സൗന്ദര്യത്തിന് മാത്രമല്ല, അവളുടെ സൗമ്യമായ ദയയ്ക്കും അചഞ്ചലമായ അനുകമ്പയ്ക്കും എല്ലാവരാലും വലിയ അംഗീകാരം ലഭിച്ചു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞതോടെ അവളുടെ മൃദുലമായ മുഖത്ത് ചുളിവുകൾ വരാൻ തുടങ്ങി. അവളുടെ ദേഹം പ്രായത്തിനനുസരിച്ച് മാറിത്തുടങ്ങി. അതോടെ അവളുടെ ആത്മവിശ്വാസം കുറയുകയും ഭർത്താവിൻ്റെ സ്നേഹം കുറയുമോ എന്ന ഭയത്തോടെ ജീവിതം പ്രയാസത്തോടെ കൊണ്ടുപോവുകയും ചെയ്തു. തൻ്റെ സൗന്ദര്യം നഷ്ടമായാൽ ഭർത്താവിന് തന്നോടുള്ള സ്നേഹം കുറയുമെന്ന് അവൾ ചിന്തിച്ചു. ആ ഭയത്തെ മറികടക്കുവാൻ അവൾ തൻ്റെ മുഖത്തെ ചുളിവുകൾ പരമാവധി ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ആ ഇടയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ചു. ഭർത്താവ് ഭയാനകമായൊരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടമായി. ഭർത്താവിൻ്റെ കാഴ്ച നഷ്ടമായതോടെ തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഭയമില്ലാതായ അവൾ തൻ്റെ എല്ലാ സ്നേഹവും കരുതലും ഭർത്താവിനായി നൽകി. പണ്ടത്തേക്കാൾ കൂടുതലായി അവരുടെ ബന്ധം ദൃഢമായി വളർന്നു. വർഷങ്ങൾക്ക് ശേഷം പ്രായമായ അവൾ മരണപ്പെട്ടു. അവളുടെ മരണശേഷം അന്ധനായ ഭർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് കുടുംബക്കാർ ആകുലരായി. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ധനല്ല, എൻ്റെ കാഴ്ച നഷ്ടമായിരുന്നില്ല. അവളുടെ വിഷമാവസ്ഥ കണ്ടപ്പോൾ അവളുടെ ഭയത്തെ അകറ്റാനാണ് ഞാൻ കാഴ്ചയില്ലാത്തവനായി നടിച്ചത്. അവളുടെ സൗന്ദര്യത്തിൽ എല്ലാ മാറ്റങ്ങളും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അയാൾ അവളെ സ്നേഹിച്ചത് പുറം സൗന്ദര്യം കണ്ടല്ല, ഹൃദയ സൗന്ദര്യം കണ്ടാണ്. സ്നേഹം പകരേണ്ടതും സൗന്ദര്യം കണ്ടെത്തേണ്ടതും കണ്ണുകളിലല്ല, ഹൃദയത്തിലാണ്. ഹൃദയത്തിലെ സൗന്ദര്യം തിരിച്ചറിയുക എന്നത് ദൈവീകമായൊരു സ്വഭാവം തന്നെയാണ്. 1 ശമൂവേൽ 16:7 ഇപ്രകാരം പറയുന്നു, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ജീവിതത്തിൽ ഈ ദൈവിക സ്വഭാവം പിന്തുടരേണ്ടതുണ്ട്. സ്ഥാനമോ ജോലിയോ നിറമോ സമ്പത്തോ അടിസ്ഥാനമാക്കിയിട്ടുള്ള ബന്ധങ്ങൾ കാലത്തിനനുസരിച്ച് മാറാം. അപ്പോൾ ആ ബന്ധങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് അടിസ്ഥാനമാക്കേണ്ടത് ഹൃദയ സൗന്ദര്യമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും മനോഹരമായ ആഭരണമാണ് ഹൃദയ സൗന്ദര്യം. അതില്ലാത്തവർ എത്ര മുഖസൗന്ദര്യമുള്ളവരായാലും അതിന് നിലനിൽപ്പുണ്ടാവുകയില്ല. എന്നാൽ ഹൃദയം നിറയുന്ന സൗന്ദര്യത്തെ തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയെ ചേർത്ത് നിർത്തുന്നവർക്ക് ജീവിതത്തിൽ ശാശ്വതമായ സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മുഖസൗന്ദര്യത്തെക്കാൾ ഉപരി ഹൃദയ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരായി തീരാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്ങനെ മറക്കും നാഥനെ, സ്വന്ത ജീവനെ ദൈവ കുഞ്ഞാടിന് നന്ദി ചൊല്ലാൻ നാവ് പോരാ. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല നാഥൻ. എന്തു നൽകും പകരമാ തുല്യമാ ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ.